ഹായ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളെ ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ ആൻസർ പറയുന്നതായിരിക്കും. കൂടെ തന്നെ 2025 ആവാൻ ഇനി ഒരു മാസമൊക്കെ ഉള്ളൂ. അതിന്റെ ഒരു പ്രിപ്പറേഷൻ കൈൻഡ് ഓഫ് വീഡിയോ കൂടിയാണ്. വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നുണ്ട്, പുതിയൊരു ജേർണൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഈ വീഡിയോയിൽ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്ന് തലേ ദിവസം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ വിഷൻ ബോർഡാണ് ചെയ്യുന്നത്. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ക്വസ്റ്റ്യൻസിനൊക്കെ റിപ്ലൈ തരാം. ക്വസ്റ്റ്യൻസ് മൊത്തം വായിച്ചിട്ട് ഞാനതൊരു 5 സെക്ഷനാക്കി മാറ്റിയിട്ടുണ്ട്. വന്ന ക്വസ്റ്റ്യൻസ് കുറെയൊക്കെ എൻ്റെ പേരെന്താണ്, എൻ്റെ വയസ്സെന്താണ്, ഞാൻ എന്താ പഠിക്കുന്നത്, ഞാൻ എവിടെയാണ്, ഇങ്ങനത്തെയൊക്കെയാണ്. അപ്പം ഞാനൊരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എല്ലാം പറയാം. ഇതൊക്കെയാണ് ഫസ്റ്റ് സെക്ഷനായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വായിച്ചിട്ട് ആൻസർ പറയാണ്ട് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെ അങ്ങ് പറയും. പിന്നെ യൂട്യൂബ് ബേസ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അത് സെക്കൻഡ് സെക്ഷൻ. പിന്നെ സ്റ്റഡീസ്, അത് തേർഡ് സെക്ഷൻ. അങ്ങനെ ടോട്ടൽ ഒരു 5 സെക്ഷൻ ആയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിന്റെ കൂടെ തന്നെ ഫേസ് റിവീൽ വേണമെന്നും പറഞ്ഞ് കണ്ടിട്ടുണ്ട്. എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, കാരണം 2 വീഡിയോസിലൊക്കെ ഞാൻ എൻ്റെ മുഖം കാണിച്ചിട്ടുണ്ട്. ഫേസ് റിവീൽ ഒന്നും അല്ലെങ്കിലും ഇതാണ് ഞാൻ. കണ്ടോ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ക്യാമറ കണ്ടിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങ് ശരിയാവുന്നില്ല. അപ്പോൾ എന്നെ കണ്ടില്ല എന്ന് ഇനി ആരും പറയരുത്. ഇതാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോസിലൊക്കെ ഇരുന്ന് സംസാരിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ ഈ ക്യാമറ കാണുമ്പം എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ നോക്കണം എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. എൻ്റെ പേര് സ്നേഹ. എനിക്ക് 22 വയസ്സായി. സ്ഥലം എവിടെയാന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയില് മേപ്പയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് കൊയിലാണ്ടി അല്ലെങ്കിൽ വടകര, അതിൻ്റെയൊക്കെ അടുത്തല്ലെങ്കിലും അതിൻ്റെയൊക്കെ ഇടയിലായിട്ട് വരുന്നൊരു സ്ഥലമാണ്. വീട്ടിൽ ഞാൻ, അമ്മ, അച്ഛമ്മ, അമ്മമ്മയൊക്കെയാണ് ഉള്ളത്. അച്ഛൻ ഗൾഫിലാണ്. അമ്മ ഒരു ഹോം ബേക്കറാണ്. കൂടെ തന്നെ ഒരു പൂച്ചക്കുട്ടിയുണ്ട്. പിന്നെ എനിക്ക് സിബ്ലിങ്സ് ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം എന്താ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. ഒരു 3-4 മാസം ആയിട്ടേലും ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങിയിട്ട് ഒരു PSC എക്സാം പോലും ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇപ്പം അടുത്താണ് ഞാൻ രജിസ്ട്രേഷൻ കൂടെ ചെയ്തത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും എനിക്കില്ല. ഡിഗ്രിക്ക് BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആണ് സബ്ജക്റ്റായിട്ട് ചൂസ് ചെയ്തത്. +1 +2 ബയോളജി സയൻസ് ആയിരുന്നു. 10ാം ക്ലാസ്സിലെയും +2ലെയും ഒക്കെ മാർക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ 9 A+ഉം 1 A ആയിരുന്നു. +2ൽ 94 പോയിന്റ് സംതിങ് അങ്ങനെ എന്തോ ആയിരുന്നു. PSC ചൂസ് ചെയ്യാനുള്ള റീസൺ ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തിനു പോകണമെന്ന് ചൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ PSCക്ക് പോയത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഷൻ ബോർഡിന് വേണ്ടിയിട്ടുള്ള പിക്ചേഴ്സൊക്കെ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിക്ചേഴ്സൊക്കെ ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത് ഒരു ക്യാൻവാസിലാണ്. ലാസ്റ്റ് ഇയർ വിഷൻ ബോർഡ് ഉണ്ടാക്കിയ ക്യാൻവാസിൽ നിന്ന് പിക്ചേഴ്സൊക്കെ എടുത്ത് മാറ്റുകയാണ്. ആ ക്യാൻവാസിൽ ചെറുതായിട്ട് പൂപ്പൽ വന്നിട്ടുണ്ട്. പിക്ചേഴ്സ് സ്റ്റിക്ക് ചെയ്യുമ്പോൾ പിന്നെ കാണൂലല്ലോ, അതുകൊണ്ട് ഞാൻ സെയിം ക്യാൻവാസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വിഷൻ ബോർഡ് എന്താണെന്നറിയാലോ. നമുക്ക് അടുത്ത വർഷത്തേക്ക് കുറച്ച് ഗോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ബേസ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്യുക. വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരച്ചാലും മതി. എന്നിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് വെക്കുക. ഇത് എപ്പോഴും കാണുമ്പോൾ നമ്മൾ കുറച്ച് മോട്ടിവേറ്റഡ് ആവും, നമ്മുടെ ഗോൾസിനൊക്കെ വേണ്ടി വർക്ക് ചെയ്യും. അതൊക്കെയാണ് ഈ വിഷൻ ബോർഡിന്റെ മെയിൻ ഉദ്ദേശം. അടുത്ത ക്വസ്റ്റ്യൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ 5 പേരാണ് ഫ്രണ്ട്സ്. ഇൻസ്റ്റഗ്രാം നോക്കിയാൽ അതിൽ കാണാം ഞങ്ങളെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അൻഷി, നിയ, ഈവ, വൃന്ദ ഇവരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇവരൊക്കെ കാരണമാണ് ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഇതാണ്. പിന്നെ എൻ്റെ ഫ്യൂച്ചർ പ്ലാനിനെ പറ്റി പറയാൻ പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്ലാനോ ഗോൾസോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഫ്ലോയിൽ വന്ന ഒരാളാണ് ഞാൻ. ഇനി അങ്ങനെ പോയാൽ നടക്കൂല. എനിക്കൊരു ജോബ് വേണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. അതാണ് എൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ, അല്ലെങ്കിലും അതാണ് എൻ്റെ ഡ്രീം. അപ്പം അതിനു വേണ്ടി വർക്ക് ചെയ്യണം, ഒരു ജോബ് വാങ്ങണം. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, സിംഗിൾ ഓർ കമ്മിറ്റഡ്, ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ കുറേ ഉണ്ട്, ഞാനത് കണ്ടിട്ടുമുണ്ട്. എന്താ ഇതിൻ്റെ പ്രസക്തി എന്ന് എനിക്ക് മനസ്സിലായിട്ടുമില്ല. എന്നാലും ഞാൻ ആൻസർ പറയാം. ഞാൻ സിംഗിളാണ്. ഞാൻ എൻ്റെ ഒരു ഗ്രോത്തും എൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുക, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിങ്ങനെ പോവുകയാണ്. വഴിയെ പോകുന്ന വയ്യാവേലി എടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്നെ പറ്റിയുള്ള ഏകദേശം ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് പറയാം. അത് യൂട്യൂബ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. യൂട്യൂബ് തുടങ്ങാനുള്ള ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. യൂട്യൂബ് വീഡിയോസ് പണ്ടേ ഞാൻ ഇരുന്ന് കാണുമായിരുന്നു. സ്റ്റഡി വ്ളോഗ്സ്, പ്രൊഡക്റ്റീവ് വ്ളോഗ്, പിന്നെ ഷോപ്പിംഗ് വ്ളോഗ്, IKEAയിൽ പോകുന്ന വ്ളോഗ്, അതൊക്കെ എനിക്ക് കാണാൻ ഇഷ്ടമാണ്. റൂം ഡെക്കോർ, ഡെസ്ക് മേക്ക് ഓവർ, ഇതൊക്കെ ഞാൻ കണ്ടിരിക്കും. അപ്പോഴൊന്നും സംഭവം എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊന്നും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടും കൂടിയില്ല. അത്യാവശ്യം വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. റീൽസായിട്ടൊക്കെ അപ്ലോഡ് ചെയ്യലുണ്ട്.
പിന്നെ എപ്പോഴോ വന്നതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേറൊരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനലിൽ വെറുതെ ലൈഫ് ഡോക്യുമെന്റ് ചെയ്തിട്ട് പിന്നെ എടുത്തു നോക്കാലോ ആ ഒരു രീതിക്ക് പോസ്റ്റ് ചെയ്തതാണ്. പിന്നെ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തുമില്ല. അത് കഴിഞ്ഞൊരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. ഈ ചാനൽ സംഭവം എനിക്കൊരു പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടി തുടങ്ങിയതാണ്. മൊത്തം ലൈഫ് ഒരു ഓർഡർ ഇല്ലാണ്ട് പോകുന്നൊരു സമയത്താണ് ഞാനിത് തുടങ്ങിയത്. ആരും കണ്ടിട്ടില്ലേലും കുഴപ്പമില്ല, കുറച്ച് വീഡിയോസ് എടുക്കണം, പ്രൊഡക്റ്റീവ് ആവണം, പോസ്റ്റ് ചെയ്യണം, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ചാനൽ ഇവിടം വരെ എത്തി. പിന്നെ ചോദിച്ചിട്ടുണ്ട് വീഡിയോസ് എക്സ്പെക്ട് ചെയ്ത രീതിക്ക് റീച്ച് ആയിട്ടില്ലെങ്കിൽ എന്താ തോന്നുക, സങ്കടമാവോ, ലോ ആവോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാനൊരു എക്സ്പെക്ടേഷനും വെക്കാറില്ല. റീച്ച് ആവുന്നതും റീച്ച് ആവാത്തതും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലല്ല. നല്ല ക്വാളിറ്റി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, എൻ്റെ മാക്സിമം ട്രൈ ചെയ്ത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വ്യൂവേഴ്സിന്റെ കയ്യിലാണ്. എക്സ്പെക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് 1000 പേര് കണ്ടാലും 500 പേര് കണ്ടാലും സന്തോഷം തന്നെയാണ്, ലോ ആവാറില്ല. അപ്പോൾ ഇതാ എൻ്റെ വിഷൻ ബോർഡ് സെറ്റ് ആയിട്ടുണ്ട്. ഐ ഹോപ്പ് നെക്സ്റ്റ് ഇയർ ആവുമ്പം ഇതിൽ കുറേയൊക്കെ നടക്കുമെന്ന്. അടുത്തതായിട്ട് ഞാൻ ചെറിയൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് സാധനം, ഒരു കലണ്ടറാണ്. ഞാൻ സെറ്റ് ചെയ്തതാണ് ഈ കലണ്ടർ. ക്യൂട്ട് ബണ്ണീന്റെ തീമിലാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തത്. ഇത് വർക്ക് എടുത്തിട്ട് സെല് ചെയ്യാൻ ആഗ്രഹമുണ്ട്. സോ ആർക്കെങ്കിലും വേണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്യുക, കലണ്ടർ എന്ന് പറഞ്ഞിട്ട് അയച്ചാൽ മതി. തീം ചേഞ്ച് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി, അതും ഞാൻ ചെയ്തു തരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 299 ആണ്. 12 ഷീറ്റ്സും, അതായത് ഓരോരോ മന്ത്സിന്റെ ഷീറ്റ്സും പ്ലസ് സ്റ്റാൻഡും ഒരു ക്ലിപ്പുമാണ് വരുന്നത്. ഒരു സ്മോൾ ബിസിനസ് തുടങ്ങണമെന്ന് ഈ 2025 എൻ്റെ ഒരു ഗോളാണ്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും DM ചെയ്യുക. പിൻട്രസ്റ്റിൽ ഇങ്ങനെ ക്യൂട്ട് പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കൊതിയാവും അങ്ങനെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഈ ഒരു ക്ലിപ്പും പിന്നെ ഈ സ്റ്റാൻഡും ആണ് കൂടെ ഉണ്ടാവുക. ഡെസ്കിലൊക്കെ വെക്കാൻ പറ്റിയ മോഡലിലാണ് ചെയ്തത്. എനിക്ക് 2025 എന്ന് അവിടെ എഴുതാൻ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് എഴുതാഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും പറയാം. ഓരോ മന്ത് കഴിയുമ്പോൾ ഫ്രണ്ടിലെ പേജ് ബാക്കോട്ട് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമന്റിലോ കൊടുക്കാം. അതിൽ കലണ്ടർ എന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം മുതലേ മനസ്സിലുള്ള കാര്യമാണ് ഇങ്ങനെ എന്തെങ്കിലും സെല് ചെയ്യണമെന്ന്. ഇപ്പോഴായിരിക്കും അതിൻ്റെ ഒരു ടൈം സെറ്റായി വന്നത്. ഓർഡേഴ്സ് കിട്ടും എന്നൊന്നും വലുതായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഐ ഹോപ്പ് ആരെങ്കിലും ഒരാളെങ്കിലും വാങ്ങുമായിരിക്കും എന്ന്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് യൂട്യൂബ് ഇൻകം കിട്ടിത്തുടങ്ങിയോന്നാണ്. യൂട്യൂബ് ഇൻകം ഒന്നും കിട്ടിത്തുടങ്ങിയിട്ടില്ല. 2 months ആവുന്നേ ഉള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ എല്ലാം കുഞ്ഞു വീഡിയോ ആണ്. ഇതാണ് എന്നാലും കുറച്ച് ലോങ് ആയിട്ട് വരുന്ന വീഡിയോ. ഇൻകം ഒക്കെ കിട്ടിത്തുടങ്ങണമെങ്കിൽ ഇനിയും ടൈം എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ ജേർണൽ സെറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ആമസോണിൽ നിന്ന് ഒരു 250 rupees ഒരു പ്ലെയിൻ ബ്ലാക്ക് ജേർണൽ വാങ്ങിയിട്ടുണ്ട്. അതിനൊന്ന് സെറ്റപ്പ് ചെയ്ത് എടുക്കണം. അഡ്വൈസ് ഫോർ സ്മോൾ ഇൻസ്റ്റഗ്രാം ക്രിയേറ്റേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അഡ്വൈസ് ആയിട്ടൊന്നും അല്ലെങ്കിലും എഡിറ്റിംഗ് ഇഷ്ടമാണെങ്കിൽ ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് നിങ്ങളുടെ ഐഡിയയിൽ ചെയ്യുക. വേറെ വീഡിയോസ് എന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് വീഡിയോസ് ചെയ്യാം, പക്ഷെ കോപ്പി ആവരുത്. ഇൻസ്പയർഡ് ആയി ചെയ്യുന്നതും കോപ്പി അടിച്ച് ചെയ്യുന്നതും രണ്ടും ഡിഫറെൻ്റ് ആണ്. രണ്ടും വേഗം കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും. എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഈ കോപ്പിംഗ് തന്നെയാണ്. അത് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും. അതിനെപ്പറ്റി പറഞ്ഞാലിപ്പോൾ ശരിയാവില്ല. ഫേവറേറ്റ് യൂട്യൂബർ ചോദിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് യൂട്യൂബർ സോയ അബ്ബാസ് ആയിരുന്നു. പക്ഷേങ്കിൽ സോയ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാറില്ല. മലയാളീസിൽ അഹാന കൃഷ്ണന്റെ വീഡിയോ ഇഷ്ടമാണ്. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ ജേർണലിന്റെ ഫ്രണ്ട് പേജ് അല്ല ചട്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ്. ഇതൊക്കെ ഞാൻ പ്രിന്റ് ചെയ്തെടുത്ത സാധനങ്ങളാണ്. സ്റ്റേഷനറി കാര്യങ്ങളൊക്കെ ഞാൻ എവിടുന്നാ വാങ്ങുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേഷനറീസ് ആയിട്ട് വലുതായിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല. എജോമാർട്ടിൽ നിന്ന് വാങ്ങും. പിന്നെ ഇഷ്ടപ്പെട്ട സാധനം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും പർച്ചേസ് ചെയ്യും. ഇത് ഞാൻ ബുക്ക് മാർക്കായിട്ട് പ്രിന്റ് ചെയ്തൊരു സാധനമാണ്. പക്ഷേ എങ്കിൽ ഇത് ഞാൻ ഇവിടെ സ്റ്റിക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചട്ടയിൽ ഒട്ടിക്കണോ എന്നുള്ള നല്ല കൺഫ്യൂഷനിലായിരുന്നു ഞാൻ കുറേ സമയം നിന്നിട്ടുണ്ടായിരുന്നു. അവസാനം ഞാനത് 2ആക്കി കട്ട് ചെയ്തിട്ടാണ് ഒട്ടിച്ചത്. അടുത്ത പാർട്ട് ക്വസ്റ്റ്യൻസ്, സ്റ്റഡി ടിപ്സ്, എങ്ങനെയാണ് പഠിക്കാൻ മോട്ടിവേഷൻ കിട്ടുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലേസി സ്റ്റുഡൻറ്റിനായിട്ടുള്ള സ്റ്റഡി ടിപ്സ് ഒക്കെ ചോദിക്കുന്നവരോട് ഞാനും ഒരു ലേസി സ്റ്റുഡൻ്റ് ആണ്. എല്ലാം ലാസ്റ്റ് മിനിറ്റിൽ എക്സാമിൻ്റെ പ്രഷറൊക്കെ വരുന്ന സമയത്താണ് എനിക്ക് ചെയ്യാൻ തോന്നുന്നത്. ഇതുവരെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തു പോയത്, പക്ഷെ ഇനി അങ്ങനെ നടക്കില്ല. ഗോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിനു വേണ്ടി വർക്ക് ചെയ്യാന്ന് എപ്പോഴും മനസ്സിലുണ്ടാവുക. അപ്പം നമുക്ക് പഠിക്കാൻ താനേ തോന്നിക്കോളും.
സ്റ്റഡി വ്ലോഗ്സൊക്കെ കാണുമ്പോൾ പഠിക്കാനൊക്കെ ഉള്ളൊരു ഇഷ്ടം വരും. അതുകൊണ്ട് സ്റ്റഡി വ്ലോഗ്സൊക്കെ കണ്ടു നോക്കുക. ടൈം മാനേജ്മെൻറ്റിനെ പറ്റി ചോദിച്ചവരോട് എനിക്ക് അങ്ങനെ മാനേജ് ചെയ്യാൻ അറിയില്ല. ഞാനിതുവരെ ഇങ്ങനെ ടൈം മാനേജ്മെൻ്റ് ഒന്നും ചെയ്തിട്ടുമില്ല. മനസ്സിലിങ്ങനെ കുറേ പ്ലാൻ ചെയ്യുമെങ്കിലും ഒന്നും നടക്കാറില്ല. റിവിഷൻ ടൈമും സ്റ്റഡിങ് ടൈമും ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്യും, പക്ഷേ നടക്കാറില്ല. അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാനും അറിയില്ല. ഇനി 4th പാർട്ടാണ് എൻ്റെ ഫേവറേറ്റ് തിങ്സ്. അതിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഫേവറേറ്റ് പ്ലേസ് ടു വിസിറ്റ് അല്ലെങ്കിൽ ഡ്രീം പ്ലേസ് ടു വിസിറ്റ് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഡ്രീം പ്ലേസ് ഗ്രീസ് ആണ്. അപ്പോൾ എപ്പോഴെങ്കിലും അവിടെ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഞങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെ ട്രിപ്പായിട്ട് എവിടെയും പോയിട്ടില്ല. കോളേജ് ട്രിപ്പ് പോയിട്ടുണ്ട്, അല്ലാതെ എവിടെയും പോയിട്ടില്ല. ഇപ്പം നടക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് വിചാരിച്ച സ്ഥലം വർക്കലയാണ്. ഞങ്ങൾക്ക് വർക്കല പോകണം എന്നിങ്ങനെ കുറേ നാളായിട്ട് ആഗ്രഹമുണ്ട്. അതും നടക്കുമെന്ന് വിചാരിക്കുന്നു. ഫേവറേറ്റ് കളറ് യെല്ലോ ആൻഡ് ബ്ലൂ ആണ്. ഫേവറേറ്റ് തിങ് ചോദിക്കുമ്പം അത് എവിടുന്നാന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഹോം ഡെക്കോർ അത് പറയാം. എനിക്ക് ഹോം ഡെക്കോർ അതൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങാനും ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ഫേവറേറ്റ് ഫുഡ് ചോദിച്ചാൽ ഞാൻ പറയാം ബിരിയാണിയാണ്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ബിരിയാണി. ഞാൻ എപ്പം ബിരിയാണി തന്നാലും കഴിക്കും. ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയാൻ കാരണം അതിപ്പോൾ മുന്നേ ആയാലും ഇനി കുറേ വർഷം കഴിഞ്ഞാലും എൻ്റെ ഫേവറേറ്റ് ബിരിയാണി തന്നെയായിരിക്കും. ഫേവറേറ്റ് മൂവീസ് ചോദിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് മൂവി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ക്രൈം ത്രില്ലേഴ്സൊക്കെയാണ് താല്പര്യം. അതുപോലെ തന്നെ നമുക്ക് കംഫേർട്ടായിട്ടുള്ള മൂവീസൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ വേക്കപ്പ് സെറ്റ് അങ്ങനത്തെ മൂവീസൊക്കെ ഉണ്ടാവില്ലേ, ഏജവാനി ഏരിവാനി, അതൊക്കെ ഞാൻ കാണണമെന്ന് തോന്നിയാൽ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ട് നിൽക്കുന്ന മൂവീസാണ്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മൂവിയാണ് ലാലാ ലാൻഡ്. ഫേവറേറ്റ് ബുക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് ബുക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ക്രൈം ത്രില്ലേഴ്സിനോടാണ് കൂടുതൽ താല്പര്യം. ഞാൻ വായിച്ചൊരു ക്രൈം ത്രില്ലർ സൈലന്റ് പേഷ്യൻ്റ് ആണ്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയും ക്രൈം ത്രില്ലേഴ്സ് വായിക്കണം എന്നുണ്ട്. നോൺ ഫിക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ബുക്കൊക്കെ ആയിട്ട് എനിക്ക് അറ്റോമിക് ഹാബിറ്റ്സ് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഫേവറേറ്റ് സോങ് എടുത്തു പറയാൻ എനിക്കറിയില്ല, കാരണം അത്രയ്ക്കും കുറേ സോങ് ഉണ്ടാവും എൻ്റെ ഫേവറേറ്റ് ആയിട്ട്. ഞാൻ ബാൻഡിനെ പറയാം. ദ നൈബർഹുഡ് എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ട്. എനിക്ക് അവരുടെ സോങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബെറ്റർ ടൈം എന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു ദിവസത്തിൽ ഏത് സമയമാണ് എനിക്കിഷ്ടം എന്നാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഏർലി മോർണിംഗ് ആണ് ഇഷ്ടം. രാവിലെ എണീറ്റാൽ എനിക്കിഷ്ടമാണ്. അന്നത്തെ ദിവസം കുറേ ടൈമുള്ളത് പോലെയൊക്കെ തോന്നും. ഫേവറേറ്റ് പെന്ന് പെൻടോണിക് എന്ന് പറഞ്ഞ ഒരു പെന്നുണ്ട്. ഞാൻ സാധാരണ അതുകൊണ്ടാണ് എഴുതല്. അതെനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. 10 രൂപ എങ്ങാണ്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ എഴുതുന്ന ആ ബ്ലാക്ക് പെന്ന് അത് തന്നെ. വീഡിയോയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ പറ്റി പറയാൻ വിട്ടു പോകുന്നുണ്ട്. അത് നിങ്ങൾ കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ബുക്കിൻ്റെ കവറിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പിക്ചേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഫേവറേറ്റ് മെമ്മറി ഓഫ് സ്കൂൾ ചോദിച്ചിട്ടുണ്ട്. സ്കൂളിൽ എൻ്റെ ഫേവറേറ്റ് മെമ്മറി ഫുഡ് കഴിക്കുന്നതാണെന്ന് തോന്നുന്നു. ഷെയർ ചെയ്തിട്ട് ഫുഡ് കഴിക്കുന്നതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് മെമ്മറി ആയിട്ടുള്ളത്. ഹാപ്പി മൊമെൻറ്റും സാഡ് മൊമെൻറ്റും ചോദിച്ചിട്ടുണ്ട്. അത് രണ്ടും കുറേ ഉണ്ടാവും, പക്ഷേങ്കിൽ ഓർത്തെടുത്ത് പറയാൻ എനിക്ക് പറ്റുന്നില്ല. റീസെൻ്റായിട്ട് പറയുകയാണെങ്കിൽ ഹാപ്പി മൊമെൻറ്റിൽ വരുന്നത് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയതും കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തല്ലോ സ്റ്റഡി വ്ലോഗ്, അതിന് നല്ല റെസ്പോൺസും കിട്ടി. എനിക്ക് പഠിക്കാനും പറ്റി. പിന്നെ ഒരു കമൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായി ഈ 2-3 ദിവസം മുന്നേ ഞാൻ തോന്നുന്നു. ഈ ഒരു കമൻ്റാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ഇതൊക്കെയാണ് റീസെൻ്റായിട്ട് എനിക്ക് ഓർമ്മയിലുള്ള കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ്. ഇനി സാഡ് മൊമെൻറ്റ്സ് ആണെങ്കിൽ എന്താ, കോളേജ് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ 5 പേരും 5 സ്ഥലത്തേക്ക് മാറിപ്പോയി. ആർക്കും അങ്ങനെ ഞങ്ങൾ 4 പേര് കാണാറുണ്ട്. ഒരാൾ എറണാകുളത്താണ്, അപ്പോൾ തീരെ കാണാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ കോളേജിലെ കഥയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ സങ്കടമാവും. എല്ലാ ദിവസവും ഒന്നും കാണാൻ പറ്റാത്തത് കൊണ്ടും അതൊക്കെയാണ് എനിക്ക് ഇപ്പോഴുള്ളൊരു സാഡ് മൊമെൻ്റ് ആയിട്ട് പറയാൻ തോന്നിയത്. ഇനി വീഡിയോസ് എടുക്കുന്നതിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സാണ് പറയാൻ പോകുന്നത്. ഇതാണ് ഫൈനൽ പാർട്ട് ഓഫ് ദ വീഡിയോ. എൻ്റെ ഫോൺ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫോണ് iPhone 13 Pro ആണ്. 3 വർഷം മുന്നേ എങ്ങാണ്ടാണ് ഞാൻ വാങ്ങിയത്. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ഇത് വാങ്ങിയത്. എഡിറ്റ് ചെയ്യുന്ന ആപ്പ് CapCut ആണ്. എപ്പോഴും കുറച്ച് സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമിൽ വീഡിയോ എടുക്കാൻ നോക്കും ഞാൻ. എഡിറ്റിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യാനൊന്നും എനിക്കറിയില്ല. വീഡിയോസൊക്കെ നന്നായിട്ട് എടുത്തിട്ട് അത് കമ്പൈൻ ചെയ്യും. അല്ലാണ്ട് മാരകമായിട്ടുള്ള എഡിറ്റിംഗ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഫിൽറ്റേഴ്സോ അങ്ങനെയൊന്നും ഞാൻ അത്ര അങ്ങ് യൂസ് ചെയ്യാറില്ല. ഓരോരുത്തരുടെ ഐഡിയയും കാര്യങ്ങളും വെച്ച് വീഡിയോ എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ റീൽസിൻ്റെ കാര്യമാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഐഡിയ പോലെ എഡിറ്റ് ചെയ്യുക, ഇൻസ്പയർഡ് ആയിട്ടും എഡിറ്റ് ചെയ്യുക. വ്യൂസ് കിട്ടണമെന്ന് മാത്രം വിചാരിച്ച് ചെയ്യാണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഒട്ടും
എഫേർട്ട് എടുക്കാണ്ട് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന റീൽസൊക്കെ മില്യൺ വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. കാരണം തീരെ എഫേർട്ട് ഇല്ലാണ്ടൊക്കെ മില്യൺ, വെറുതെ കുറച്ചുകൂടി എഫേർട്ടൊക്കെ ഇട്ട വീഡിയോ അത്രയ്ക്കങ്ങ് റീച്ച് ആവുന്നുമില്ല. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു. ഹൗ ടു ബി എസ്തറ്റിക്, എങ്ങനെയാണ് ഞാൻ എസ്തറ്റിക് വീഡിയോ എടുക്കുന്നത്, എങ്ങനെയാണ് എസ്തറ്റിക് ആവുക, ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. എസ്തറ്റിക്കിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈ ബ്യൂട്ടി അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ബ്യൂട്ടിനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, കാരണം പലർക്കും പലതായിരിക്കുമല്ലോ ബ്യൂട്ടി എന്ന് പറയുന്നത്. എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നതും ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിനെ വേറൊരാൾക്ക് എൻ്റെ അതേ ഇഷ്ടത്തോടെ നോക്കാൻ പറ്റിയെന്ന് വരില്ല. ഹൗ ടു ബി എസ്തറ്റിക് എന്നുള്ള ഒരു ക്വസ്റ്റ്യന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യവും അതൊക്കെ ഒന്ന് നല്ല ഹാപ്പിയോടെ ചെയ്യുക. മൊത്തം ഒരു നല്ല കണ്ണിൽ നോക്കിക്കാണുക. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അത് ഇടയ്ക്കൊക്കെ ചെയ്യാൻ നോക്കുക. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇങ്ങനെയൊക്കെയാണ് എസ്തറ്റിക് ആവുന്നത്. ഞാനൊരു എസ്തറ്റിക് ലൈഫാണോ ഇങ്ങനെ ജീവിച്ചു പോകുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പം എനിക്ക് കുറച്ച് ഹാപ്പി ആയിട്ട് തോന്നാറുണ്ട്. എൻ്റെ മനസ്സിൽ ഇതൊക്കെയാണ് ഒരു ഡെഫിനിഷൻ. അപ്പം പലർക്കും പലതായിരിക്കും. അപ്പം അതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ഹോബീസിൻ്റെ കാര്യം. അത് ഫസ്റ്റ് പറയേണ്ട കാര്യമാണ്, പക്ഷെ എന്നോട് വിട്ടുപോയിട്ടുണ്ട്. എൻ്റെ ഹോബീസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഹോബി ആയിട്ടില്ല, പല ഹോബീസാണ്. സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ഹോബി ഡെവലപ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ചിത്രം വരച്ചു നോക്കും, സിനിമ കാണാൻ നോക്കും, ജേർണലിങ് ചെയ്ത് നോക്കും, കിടന്നുറങ്ങും. ഇതൊക്കെയാണ് ഹോബീസ്. അപ്പോൾ ഇത് നമ്മുടെ ജേർണൽ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഡിസൈൻ ചെയ്തെടുത്തത്. ഇനി ഞാൻ നെക്സ്റ്റ് ഡേ ആട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അന്നത്തെ ദിവസം പിന്നെ കുറേ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് എനിക്ക് പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിറ്റേ ദിവസമാണെങ്കിൽ നല്ല ഗ്ലൂമി ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമല്ല ഈ ഒരു സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്നാലും അന്ന് തന്നെ വീഡിയോ എടുത്താലേ എനിക്ക് വേഗം തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഫുൾ ബിസി ആയി പോവും. ആർട്ടിഫിഷ്യൽ ലൈറ്റ് അഥവാ സൺലൈറ്റിലല്ലാത്ത ബൾബിലൊക്കെ വരുന്ന വെളിച്ചത്ത് വീഡിയോ എടുക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. ആദ്യമൊക്കെ ലൈറ്റ് ഇടാണ്ട് വെളിച്ചത്ത് തന്നെ ചെയ്യാൻ നോക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എപ്പോഴോ ഞാൻ ലൈറ്റൊക്കെ ഇട്ട് ചെയ്തിട്ടുമുണ്ട്. ജേർണൽ പേജസ് കുറച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്ത പോലെ എനിക്ക് നടത്താൻ പറ്റിയില്ല. തലേ ദിവസം തന്നെ ഞാൻ എന്തെല്ലാം പേജസ് ആണ് ചെയ്യേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും അതും കൂടെ എനിക്ക് ശരിക്കും നടത്താൻ പറ്റിയില്ല. ഈ വീഡിയോയിൽ പകുതിയും ഞാൻ ഇങ്ങനത്തെ പേപ്പേഴ്സിലുള്ള പ്രിൻ്റൊക്കെ കട്ട് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ സ്കിൻ കെയറും ഹെയർ കെയറും ചോദിച്ചിട്ടുണ്ട്. 2 സംഭവം എനിക്കില്ല. സ്കിൻ കെയർ ഒന്നുമില്ല. ഫേസ് വാഷ് ഇട്ട് കഴുകും, അതും വല്ലപ്പോഴും. ഹെയർ കെയർ എന്ന് പറയാൻ ഷാമ്പൂ ഇട്ട് കഴുകും, ഇത്രയേ ഉള്ളൂ. കെയറിങ് സംഭവം ഒന്നുമില്ല. ഒരു 2025 എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. ഇൻസ്പിരേഷൻ കോട്ട്സ് ഫോർ അതേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അതെന്ത് പറയണമെന്ന് അറിയില്ല. എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ കുറച്ച് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ മുന്നേ കണ്ടിട്ട് കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുക, നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക. അതൊക്കെയാണ് നിങ്ങൾ ഇൻസ്പയർഡ് ആവേണ്ടത്. നിങ്ങളുടെ അടുത്ത് നിന്ന് തന്നെയാണ് എന്ന് വിചാരിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. അത് തന്നെ. ഞാനൊരു എബൌട്ട് മീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതിലിങ്ങനെ ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ലേ, അതുപോലെ എന്തൊക്കെയോ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കുറേ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനൊന്ന് സമ്മപ്പ് ചെയ്തിട്ട് പറഞ്ഞതാണ്. ഈ വീഡിയോ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തേക്കുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ ഒരു 10 മിനിറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ചെയ്തല്ലോ എന്ന്. അതിൻ്റെ കമൻസ് ആണെങ്കിലും ലോങ് വീഡിയോ വേണം 10 മിനിറ്റുള്ള വീഡിയോ ഒക്കെ എൻ്റെ മനസ്സിൽ വലിയ ലോങ് വീഡിയോ ആയിരുന്നു. പക്ഷെ അല്ലാന്ന് മനസ്സിലായി. നല്ല മഴ, കാറ്റ്, ഈ ഒരു സമയത്താണ് ഞാൻ ജേർണൽ ചെയ്യുന്നത്. നല്ല രസമായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ടെൻഷനോടെയാണ് ചെയ്യുന്നത്, കാരണം പുറത്ത് പോകാനുണ്ട്. ആദ്യമായിട്ട് ഒരു ജേർണൽ വാങ്ങിയിട്ട് അതിൻ്റെ അടുത്ത ദിവസം തന്നെ എല്ലാം ചെയ്യുന്നത്. അല്ലാണ്ട് ജേർണൽ വാങ്ങിയിട്ട് ഫസ്റ്റ് പേജൊക്കെ തുടങ്ങാൻ നല്ല പേടിയാണ്. കൊളായി പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങാണ്ട് നിൽക്കും. ലാസ്റ്റ് അത് തുടങ്ങുക പോലും ഇല്ല. ഇതും പേടിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. സാധാരണ ചെയ്യുന്നൊരു സാധനമാണ് ചെയ്യുന്നതെങ്കിലും അത് ഞാൻ നല്ല വൃത്തിക്ക് കൊളാക്കി വെക്കുന്നുണ്ട്. സെക്കൻഡ് പേജിൽ എന്താണെന്നൊന്നും ഇല്ലാണ്ട് കുറച്ച് ഡൂഡിൽസും എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഏരോ മാർക്ക് ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ചെയ്യുന്നത്, പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ സ്റ്റഡി വ്ളോഗ്സ് ആണ് കൂടുതൽ ഇഷ്ടം എന്ന് തോന്നുന്നുണ്ട്. അതിനാണ് കുറച്ച് കൂടുതൽ റെസ്പോൺസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റഡി വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് പേര് പറയാൻ വേണ്ടി പറഞ്ഞിരുന്നു. അനൈന ഫാത്തിമ, മിത്ര, വൈഗ, ഇവരാണ് പേര് പറയാൻ പറഞ്ഞത്.
ഒരു ന്യൂ ഇയർ പ്രിപ്പറേഷൻ വീഡിയോ ചെയ്യണമെന്നും അതിൻ്റെ കൂടെ 2024 ഹൈലൈറ്റ്സ് കാര്യങ്ങളൊക്കെ പറയാനാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരു Q&A ചെയ്യുമോ എന്ന് ചോദിച്ചൊരു കമൻറ്റ് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു Q&A ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ Q&A ഒക്കെ പ്ലാൻ ചെയ്തത്. 2024 ഹൈലൈറ്റ്സ് പറയാൻ പറഞ്ഞാൽ, അഥവാ 2024 നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് പറയാം. ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറി. ഏപ്രിൽ ലാസ്റ്റായിട്ടാണ് പുതിയ വീട്ടിലേക്ക് മാറിയത്. പിന്നെ ഈ വർഷമാണ് ഞാൻ ഗ്രാജുവേറ്റഡ് ആയത്, അഥവാ ഡിഗ്രി ഒക്കെ കഴിഞ്ഞത്. ഇൻസ്റ്റഗ്രാമിൽ 10K ഫോളോവേഴ്സ് ആയതും 2024 തന്നെയാണ്. അതുപോലെ തന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതും ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പോകുന്നതും 2024 തന്നെയാണ്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് 2024 നടന്നതും പറയാൻ ഓർമ്മയുള്ളതും മനസ്സിൽ വന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു റൂം ടൂർ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അതായത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ അത് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫോ സ്റ്റഡി വ്ളോഗോ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അത് കഴിഞ്ഞിട്ടേക്കും ചിലപ്പോൾ റൂം ടൂർ ഉണ്ടാവുക. അത് നീണ്ടു പോകുന്നുണ്ട്. എന്നാലും ഡിസംബർ അടുത്ത വീക്ക് ആവുമ്പോൾ എന്തായാലും ഞാൻ ചെയ്യാൻ നോക്കാം. ചുമരൊന്നും വൃത്തികേടാവാണ്ട് ചുമരുമ്പിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന പശേനെ പറ്റി അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ജേർണലിൽ നെക്സ്റ്റ് പേജായിട്ട് ചെയ്യുന്നത് തിങ്സ് ദാറ്റ് ഐ ലവ് റീസെൻ്റ്ലി ആണ്. അതിന് വേണ്ടിയിട്ട് സെൻറ്റർ പോർഷനിൽ ഞാൻ അങ്ങനെ ഒരു സ്റ്റിക്കർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റൗണ്ടിലായിട്ട് തിങ്സ് ദാറ്റ് ഐ ലവ് റീസെൻ്റ്ലി എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കുറച്ച് ലൈൻസ് വരച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ, അതായത് ആ സമയത്ത് മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. എനിക്ക് യൂട്യൂബിൽ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. ആഴ്ചയിൽ 2 വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷേങ്കിൽ അത് നടക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഒരു വീഡിയോ എങ്കിലും എങ്ങനെയെങ്കിലും അപ്ലോഡ് ചെയ്യാൻ നോക്കണം. പിന്നെ ആണെങ്കിൽ പെൻപാല് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് കണ്ടു. ഞാനിതുവരെ പെൻപാല് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി വലുതായിട്ട് അറിയില്ല. അങ്ങനെ നമ്മുടെ ജേർണലിലെ 3ാമത്തെ പേജും ഞാൻ എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി 4ാമത്തെ പേജ് വിഷ് ലിസ്റ്റ് എഴുതി വെക്കാമെന്ന് ഓർത്തു. വിഷ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. വിഷ് ലിസ്റ്റ് എന്ന് ഹെഡിങ് എഴുതുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തു. എന്നിട്ട് ക്യാമറേൻ്റെ ആംഗിൾ മാറ്റിയിട്ട് ഈ ലിസ്റ്റിൽ നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ എഴുതുമല്ലോ, അത് ഞാൻ വീഡിയോ ഓൺ ചെയ്തില്ല. ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു, പക്ഷേ വീഡിയോ ഓൺ ചെയ്തില്ല. അതുകൊണ്ട് ആ ഒരു വീഡിയോ എൻ്റെ കയ്യിലില്ല. എഴുതി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അയ്യോ വീഡിയോ ഓൺ ചെയ്തില്ലല്ലോ എന്ന്. എന്നിട്ട് ആ പേജിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സ്റ്റാമ്പ് പോലത്തെ പിക്ചർ ഉണ്ട്. അത് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾ ചെയ്യാൻ പറയുന്ന വീഡിയോ ഐഡിയാസൊക്കെ ഞാനൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ടൈം കിട്ടാത്തതുകൊണ്ട് ഒന്നും അങ്ങ് ചെയ്യാൻ പറ്റുന്നില്ല. ഡേ ഇൻ മൈ ലൈഫ് സ്റ്റഡി വ്ളോഗൊക്കെ അന്നത്തെ ദിവസം ചെയ്ത് പോകുന്ന കാര്യങ്ങൾ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്ത് എഡിറ്റ് ചെയ്താൽ മതി, അത് കുഴപ്പമില്ല. അല്ലാതെ ബുക്കിനെ പറ്റി പറയുന്ന വീഡിയോസൊക്കെ കുറച്ച് പണിയാണ്. അതിനായിട്ട് നമ്മൾ ഇരുന്ന് സെറ്റ് ചെയ്ത് പറയണം. അപ്പം അങ്ങനെയുള്ള വീഡിയോസൊക്കെ സമയം പോലെ ഇനിയും വീഡിയോസൊക്കെ ചെയ്യാമല്ലോ, അപ്പോൾ ഒക്കെ ചെയ്തു വരാം. ഞാൻ ഈ വിഷ് ലിസ്റ്റിൽ എഴുതിയ കുറച്ച് സാധനത്തിൻ്റെയൊക്കെ പിക്ചേഴ്സ് പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത് പ്രിൻ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്തല്ലോ ഒരു വിഷൻ ബോർഡ്, അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അതും നമ്മുടെ ഗോൾസിൽ വരുന്ന കാര്യങ്ങളാണ്, നമ്മുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെയാണ് അത്. അപ്പോൾ അതും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള സാധനത്തിൻ്റെയൊക്കെ പിക്ചേഴ്സും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ നെക്സ്റ്റ് ഉണ്ടാക്കുന്നത് ഒരു എൻവലപ്പാണ്. ആ എൻവലപ്പായിട്ടൊന്നും വന്നിട്ടില്ല. ഈ ധൃതിപ്പെട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം പുറത്തു പോകാനുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്ത് കഴിയണം. ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ തന്നെ മണ്ടത്തരം കാണിച്ചു. സൈഡിലൊന്നും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സാധാ നേരിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതിയെന്നും. ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് പശ തേച്ചുകൊണ്ടാണ് ഇത്രയും പണിപ്പെട്ട് എന്തൊക്കെയോ ചെയ്തു കൊടുക്കുന്നത്. അവസാനം ഏകദേശം എൻവലപ്പിൻ്റെ ലുക്കൊക്കെ വന്നപ്പോൾ ഞാൻ നിർത്തി. എങ്ങനെയെങ്കിലും അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, അതുമാത്രം. ഈ എൻവലപ്പ് എന്തിനാ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂച്ചർ സെൽഫിന് വേണ്ടിയിട്ട് ലെറ്റർ എഴുതുമല്ലോ, അത് എഴുതിയിട്ട് ഈ ഒരു എൻവലപ്പ് ജേർണലിൽ സ്റ്റിക്ക് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയും കാര്യങ്ങളൊക്കെ എഴുതുക, എന്നിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് തുറന്ന് വായിക്കുക. അതാണ് ഈ എൻവലപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ ഈ ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സ്ട്രോബെറീൻ്റെ പിക്ചർ ആ പിങ്ക് എൻവലപ്പിന് നന്നായിട്ട് മാച്ചായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിങ്ക് എടുത്തത്. അല്ലെങ്കിൽ ഞാൻ ബ്ലൂ ആയിരുന്നു എടുക്കുക. ഇനി ജേർണലിലേക്ക് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്.
ഇനിയും കുറേ പേജസ് ഫില്ല് ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ ടൈം തീരെയില്ല. ഇനിയും വീഡിയോസ് ചെയ്യാലോ, ആ വീഡിയോസിലൊക്കെ നമുക്ക് ഈ ജേർണൽ ഫില്ല് ചെയ്ത് കൊണ്ടുവരാം. എൻ്റെ കയ്യിൽ ജേർണൽ ചെയ്യുന്ന സപ്ലൈസ് കാര്യങ്ങൾ ഒന്നുമില്ല, ഞാൻ വാങ്ങാറുമില്ല. അപ്പം അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിലും ചെയ്തിട്ടുണ്ട്, അത് ഇങ്ങനെ മാഗസീൻ ലെറ്റേഴ്സ് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ, വേറൊന്നും ചെയ്യാറില്ല. ഇനി ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഡയറിയിൽ നിന്ന് 2 പേജ് പറിച്ചിട്ടുണ്ട്. അങ്ങനെ പേജൊക്കെ പറിച്ച് ലെറ്റർ എഴുതാൻ തുടങ്ങിയപ്പം എന്ത് എഴുതണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു വാക്കും കിട്ടുന്നില്ല. അവസാനം ഞാൻ ഡേറ്റൊക്കെ ഇട്ട് എന്തൊക്കെയോ അങ്ങ് എഴുതി കൊടുത്തു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ നോക്കിയാൽ പോരെ, എന്തൊക്കെയോ മനസ്സിൽ വന്നൊക്കെ എഴുതി അങ്ങ് കൊടുത്തു. എനിക്കിനി ഗോൾസൊക്കെ എഴുതിയിട്ട് ഒരു പേജ് വേണമെന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ അതൊന്നും എഴുതാനുള്ളൊരു ടൈം കിട്ടിയില്ല. അതൊക്കെ ഇനി വരുന്ന വീഡിയോസിലും ഒക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും പിന്നെ എഴുതാനും നിന്നില്ല. ഈ ലെറ്റർ എഴുതി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ എൻവലപ്പിലേക്ക് വെച്ചിട്ട് ഇന്നത്തെ ജേർണൽ പരിപാടിയൊക്കെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലെറ്ററൊക്കെ എഴുതി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ എൻവലപ്പിലേക്ക് വെച്ചിട്ട് സ്ട്രോബെറി കട്ട് ചെയ്ത് വെച്ചില്ലേ ആ പിക്ചർ, അത് ഇതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 വർഷം കഴിഞ്ഞിട്ട് തുറന്ന് വായിക്കാം. ഞാൻ ഇതൊക്കെ സ്റ്റിക്കറായിട്ട് തന്നെ പ്രിൻ്റ് ചെയ്യാനായിരുന്നു വിചാരിച്ചത്, പക്ഷേങ്കിൽ ഇത് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി ഞാൻ പോയില്ല. അവർക്ക് വീട്ടിൽ നിന്ന് അയച്ചു കൊടുത്തതാണ്. എന്നിട്ട് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് ഞാൻ വന്ന് വാങ്ങുമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ എന്നോട് സ്റ്റിക്കർ പ്രിൻ്റ് ചെയ്ത് വെക്കാനും പറയാനും വിട്ടുപോയി. പിന്നെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇത് മതിയെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് തന്നെ നല്ല വൃത്തിയുണ്ട്, ഭംഗിയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതാ സ്ട്രോബെറിയൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻവലപ്പിന് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല, തൽക്കാലം ഒപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ജേർണൽ പരിപാടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാര്യം ഈ എൻവലപ്പ് ഫ്ലോപ്പ് ആണെങ്കിലും കാണാനൊരു ലുക്കൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിക്കാം. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള ഈ ജേർണലും നമ്മൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റാറി നൈറ്റിൻ്റെ പിക്ചറും മിറർ ബോളിൻ്റെ പിക്ചറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ റൂമിൽ ഒരു മിറർ ബോൾ വേണമെന്ന് എനിക്ക് ആദ്യമുള്ളൊരാഗ്രഹമാണ്. അത് ഈ വർഷം നടക്കുകയായിരിക്കും. ചെറിയ ആഗ്രഹമാണ്, പക്ഷേ അതെന്തോ വലിയ ആഗ്രഹം പോലെയാണ് എനിക്ക്. അപ്പം ഈ വർഷം നടക്കുകയായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ ടേബിളൊക്കെ ക്ലീൻ ചെയ്തു. ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ, അതായത് പിക്ചേഴ്സ് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലീൻ ചെയ്ത് പോകാൻ നോക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് വലിയൊരു പണിയായി മാറും. എൻ്റെ അടുത്ത് ഈ ഒരു ബ്രഷ് പെൻ എവിടുന്നാണ് വാങ്ങിയെന്നോ ലിങ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്കോ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ എല്ലാ ഷോപ്പിലും ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ക്യാമലിൻ്റെ ആണ്. ഇന്നത്തെ വീഡിയോ ആവശ്യത്തിലധികം ലോങ് ആയിരുന്നു. ഞാൻ ചെയ്യുന്ന വീഡിയോസിനെക്കാട്ടും 2 ഇരട്ടി നീളമുണ്ട് ഈ വീഡിയോന്. എന്തായാലും ഈ വീഡിയോയിൽ ചെയ്യാൻ പ്ലാൻ ചെയ്ത 95% കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറഞ്ഞു, വിഷൻ ബോർഡ് ചെയ്തു, ജേർണൽ സെറ്റപ്പ് ചെയ്തു. അതുപോലെ തന്നെ കലണ്ടറിൻ്റെ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് DM ചെയ്യുക, ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.